നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സദയാത്രി. ഞാൻ സരിഷ റസൽ. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങൾ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിലധികം ചുളിവുകളൊന്നും ഇല്ലാത്ത, ഇങ്ങനെ മടക്കുകളൊന്നും ഇല്ലാത്ത ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇതിന്റെ നടുഭാഗം മാത്രം മതി കേട്ടോ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലും മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്ക് വീഡിയോ കാണാം. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ലേബലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊരു കത്രിക ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ബോട്ടിലിൻ്റെ താഴ്ഭാഗം മുകൾ വശം കുറച്ച് കട്ടി കൂടുതലായിരിക്കും. നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ നടുഭാഗമാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ ഒരു 10-12 ഇതളുകൾ കത്രിക ഉപയോഗിച്ച് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ മുറിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഒരു പേപ്പറിൽ ഒരു ഇതളിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരച്ചിട്ട് അത് ഈ ഷീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട് മുറിക്കാം. അതല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് ഈ ഷീറ്റിൽ വരച്ചിട്ട് ഓരോരോ ഇതളുകളായിട്ട് മുറിച്ചെടുക്കാം. ഈ ഇതളിൻ്റെ അരികൊക്കെ ഇല്ലേ, ലൈറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കാം. നമ്മളിതുപോലെ ചെയ്യുമ്പോഴേ ഈ കത്രികയുടെ ഷാർപ്പ് എഡ്ജസൊക്കെ മാറി പൂവിൻ്റെ ഇതളുകൾ കണ്ടിട്ടില്ലേ, ഇച്ചിരി പൊങ്ങിയും താഴ്ന്നും അതുപോലെ നല്ല ഭംഗിയായിട്ട് ഇത് കിട്ടും കേട്ടോ. ലൈറ്റർ വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കത്തിച്ച് പിടിച്ചപ്പോൾ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി. പക്ഷെ ക്യാനിൽ വെച്ച് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ കരി പിടിക്കും. അതുകൊണ്ട് ലൈറ്റർ വെച്ച് ചെയ്താൽ ഇതുപോലെ വൃത്തിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ആദ്യത്തെ 2-3 അതിരുകളുടെ നടുഭാഗം ഇതുപോലെ ഒന്ന് മടക്കി ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള ഇതളുകൾ ഇതുപോലെ മടക്കൊന്നും വേണ്ട കേട്ടോ. ഇതിന് ചുറ്റുമായിട്ട് ഓരോരോ ഇതളുകൾ വരി വരിയായിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. എളുപ്പത്തിൽ തന്നെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ റോസാപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് പെയിൻ്റ് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ റോസാപ്പൂവിന് ഇച്ചിരി പിങ്കോ റെഡോ കളറൊക്കെ കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കാം കേട്ടോ. ഫെവിക്രിലിൻ്റെ ഗ്ലാസ് പെയിൻ്റ് ആണിത്. അതിലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഞാനിപ്പോൾ കളർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഓരോ ഇതളിൻ്റെ അരികിലും ആ ബോട്ടിൽ വെച്ച് തന്നെ പെയിൻറ്റ് ഇതുപോലെ കുറേശ്ശെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതെല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ആയിക്കോളും. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ഫസ്റ്റ് കോട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാൻ വെക്കാം കേട്ടോ. ഗ്ലാസ് പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും. ഓരോ കോട്ട് ഉണങ്ങി കഴിഞ്ഞ ശേഷം അടുത്ത കോട്ട് പെയിൻറ്റ് ചെയ്യാം. എനിക്ക് ഇച്ചിരി നല്ല ഡാർക്ക് പിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് 3 കോട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ചെയ്യുമ്പോഴും ആ ഇതളിൻ്റെ അരികില്ലേ, അത് നന്നായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല പിങ്ക് കളറിൽ നമ്മുടെ റോസാപ്പൂ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പൂവിനെ ഇലയും തണ്ടൊക്കെ പിടിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കമ്പിയുടെ അറ്റ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഈ പൂവിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ആടി നിൽക്കണ പോലെ തോന്നി. അപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് ഗ്ലൂ ഗണ്ണ് കുറച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബോട്ടിൽ നിന്ന് തന്നെ ചെറിയൊരു ചതുരത്തിലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്തെടുത്ത് അത് ഇതുപോലെ 4ആയിട്ട് മടക്കി ഒരു പൂവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കമ്പിയിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് കത്രിക ഉപയോഗിച്ച് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ലൈറ്ററിൻ്റെ തീൻ്റെ മുകളിൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഷീറ്റ് ഒന്ന് ചുരുങ്ങി ഒന്ന് കൂമ്പിയിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മുടെ പൂവിൻ്റെ അടിഭാഗത്തൊക്കെ കാണില്ലേ, ആ ഒരു ഷേപ്പിൽ നമുക്കിത് നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. ഫെവിക്രിലിൻ്റെ ഗോൾഡൻ അക്രിലിക് കളർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നല്ല ഫിനിഷിങ് തോന്നാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പ്രാവശ്യം പെയിൻറ്റ് ചെയ്ത് അത് നന്നായി ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് പെയിൻറ്റും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ ആ കുപ്പിയിൽ നിന്ന് എടുത്തൊരു പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്ന് ഞാൻ 3 ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് ഷീറ്റിൽ വരച്ചിട്ടോ അല്ലെങ്കിൽ പേപ്പറിൽ വരച്ചിട്ട് ഈ ഷീറ്റിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ടോ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴേ ഇതൊക്കെ ഇങ്ങനെ വടി പോലെ നിൽക്കും. ഇപ്പോൾ ഈ ലൈറ്ററിൻ്റെ ചൂടിലൊന്ന് വെച്ച് കൊടുത്താൽ ഇതൊന്നിങ്ങനെ വളഞ്ഞ് നമ്മുടെ ഇലകൾക്കൊക്കെ കുറച്ചുകൂടി ഒരു നാച്ചുറൽ ലുക്ക് തോന്നും കേട്ടോ. റോസാപ്പൂവിൻ്റെ ഇലയുടെ അരികു പോലെ ആക്കാൻ വേണ്ടിയിട്ട് കത്രിക ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇലയിലെ സിരകൾ പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഗോൾഡൻ അക്രിലിക് കളർ ഉപയോഗിച്ച് ഇതിൻ്റെ അകവും പുറവും 2 കോട്ട് പെയിൻറ്റ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു റിച്ച് ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്തെടുത്തത്. അതല്ലെങ്കിൽ ഗ്രീൻ കളർ ബോട്ടിൽസ് ഒക്കെ വരില്ലേ, അതിൽ നിന്ന് ഇതുപോലെ ഇലകളൊക്കെ കട്ട് ചെയ്തെടുത്ത് പെയിൻറ്റ് ചെയ്യാണ്ട് അതുപോലെ തന്നെ വെക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി ഇത് കമ്പിയിലൂടെ കയറ്റി ഇച്ചിരി ഗ്ലൂ ഗൺ ഉപയോഗിച്ച് പൂവിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നോട്ട്ബുക്കിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ നീളത്തിൽ കീറി എടുത്തിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ച് ഈ കമ്പിയിൽ ചുറ്റി ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഈ പേപ്പറും ഗോൾഡൻ അക്രിലിക് കളർ ഉപയോഗിച്ച് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ 3 ലീഫും ഈ കമ്പിയിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ കമ്പി ചെറുതായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലൊരു ഗിഫ്റ്റ് പേപ്പറിലൊക്കെ റാപ്പ് ചെയ്ത് നമ്മൾ പ്രിയപ്പെട്ടവർക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടോ, ഇത് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ റോസാപ്പൂവെന്നൊന്നും കണ്ടാൽ ആരും പറയില്ല. വാലന്റൈൻസ് ഡേക്ക് ആകുമ്പോൾ നമ്മുടെ ഓൺലൈൻ സൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ സെയിലാവുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണിത്. അപ്പം ഇതെങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ചെയ്തതാണിത്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. നമ്മൾ വാങ്ങുന്നതിനേക്കാളും നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു ഇത്തിരി സ്പെഷ്യൽ അല്ലേ. അപ്പം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഷോക്കേസിലോ മേശപ്പുറത്തോ 2-3 ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ട്.